മാനേജ്മെന്റ് രംഗത്ത് വിപ്ലവകരമായ ആശയമാണ് ന്യൂ 1 മിനിറ്റ് മാനേജർ എന്ന പുസ്തകം നൽകുന്നത്. കെൻ ബ്ലാൻചാർഡും സ്പെൻസർ ജോൺസണും ചേർന്നാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ലളിതമായ മാനേജ്മെന്റ് ആശയം ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ പ്രസിദ്ധീകരിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഇടം നേടാൻ ഈ പുസ്തകത്തിന് സാധിച്ചു. എല്ലാ മേഖലയിലും അതിശക്തമായ മത്സരം തുടരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊപ്പമുള്ളവരെ നയിക്കാനും അവർക്ക് നേതൃത്വം നൽകാനും അവർക്കൊപ്പം നിന്ന് തന്നെ വിജയം സ്വന്തമാക്കാനുള്ള അറിവുകളാണ് ഈ പുസ്തകം നൽകുന്നത്. ആദ്യകാലത്ത് മാനേജ്മെന്റ് നിർദ്ദേശങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ ആ രീതി ഒട്ടും ഫലപ്രദമായിരുന്നില്ല. മാത്രമല്ല അത് ജീവനക്കാരെയും സ്ഥാപനത്തെയും പുറകോട്ടടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന് പരിഹാരമായി 1 മിനിറ്റ് മാനേജർ 3 മാനേജ്മെന്റ് രഹസ്യങ്ങൾ പുസ്തകത്തിലൂടെ പകർന്നു നൽകുന്നു. ഒരു മികച്ച മാനേജരെ തേടിയിറങ്ങുന്ന ഒരു ചെറുപ്പക്കാരന്റെ കാഴ്ചയിലൂടെയാണ് ഈ പുസ്തകത്തിലെ ആശയങ്ങൾ വികസിക്കുന്നത്. ആ യാത്ര പലതരം അനുഭവങ്ങളിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നു. പലരും ഓൺസൈഡഡ് മാനേജർമാരാണെന്ന് അയാൾക്ക് തോന്നി. ചിലർ സ്ഥാപനത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടു, ചിലർ വ്യക്തികൾക്ക് വേണ്ടി നിലകൊണ്ടു. രണ്ടും ഫലം കണ്ടില്ല. ആളുകളോ സ്ഥാപനങ്ങളോ അസംതൃപ്തരായി നിലകൊണ്ടു. ഒടുവിൽ തൊട്ടടുത്ത പട്ടണത്തിൽ തന്നെ മികച്ച മാനേജരെ അയാൾ കണ്ടെത്തുന്നു. അയാളെ അവരുടെ സ്ഥാപനത്തിലുള്ളവർ 1 മിനിറ്റ് മാനേജർ എന്ന് വിളിച്ചു. സ്ഥാപനത്തിൽ ഏറ്റവും മൂല്യമേറിയതും ബഹുമാന്യനുമായ വ്യക്തി അയാളാണെന്ന് ചെറുപ്പക്കാരൻ മനസ്സിലാക്കി. സ്ഥാപനം മുഴുവൻ നടന്ന് കണ്ട് പലരിൽ നിന്നുമായി അയാൾ അവരുടെ മാനേജ്മെന്റ് രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നു. 3 രഹസ്യങ്ങളുടെയും ആഴത്തിലുള്ള അറിവ് നേടാൻ അയാൾക്ക് കഴിഞ്ഞു. ആദ്യത്തെ രഹസ്യം 1 മിനിറ്റ് ലക്ഷ്യങ്ങളാണ്. രണ്ടാമത്തേത് 1 മിനിറ്റ് അഭിനന്ദനങ്ങളാണ്. മൂന്നാമത്തേത് ഗതിമാറ്റം എന്ന് വിളിക്കപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് വ്യക്തികൾ ജീവിതത്തിലും തൊഴിലിലും കൂടുതൽ മൂല്യങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. കൂടുതൽ സംതൃപ്തി കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു. കൂടുതൽ സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നു. മികച്ച പ്രവൃത്തികളിലൂടെ ഒപ്പമുള്ളവർക്കും ചുറ്റുമുള്ള സമൂഹത്തിനും ഫലവത്തായ സംഭാവനകൾ നൽകുന്ന വ്യക്തികളായിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് ന്യൂ 1 മിനിറ്റ് മാനേജർ എന്ന ഈ പുസ്തകത്തിലെ ആശയങ്ങൾ. മാത്രമല്ല, സ്ഥാപനത്തിനു വേണ്ടി ഏതെങ്കിലും തരത്തിൽ വ്യക്തി താൽപ്പര്യങ്ങൾ ഹനിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. വ്യക്തികളാണ് സ്ഥാപനങ്ങൾക്ക് മികച്ച ഫലം നൽകുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ആശയങ്ങൾ വികസിപ്പിച്ചിട്ടുള്ളതും. ഇത്തരം ആശയങ്ങളാണ് ആ ചെറുപ്പക്കാരൻ കണ്ടെത്തിയ 1 മിനിറ്റ് മാനേജർ നടപ്പിലാക്കുന്നത്. 1 മിനിറ്റ് മാനേജർ എന്ന ആശയം തൊഴിലിടത്തിൽ മാത്രം പ്രയോഗിക്കാനുള്ളതല്ല. കുടുംബത്തിലും കൂട്ടുകാർക്കിടയിലും സമൂഹത്തിൽ നമ്മൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും ഈ ആശയം പ്രസക്തമാണ്. അതിനാൽ തന്നെ ജീവിതത്തിന്റെ നാനാതുറകളിലും ഈ ആശയം നമ്മെ മുന്നോട്ട് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തിരക്കുപിടിച്ച തന്റെ ജീവിതത്തിനിടയിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി അയാൾ തിരയുന്നുണ്ടായിരുന്നു. മിടുക്കനായ ആ ചെറുപ്പക്കാരൻ തേടിയിരുന്നത് മികച്ച ഒരു മാനേജറായിരുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ വ്യക്തികളെ നയിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന കാര്യക്ഷമതയുള്ള ഒരു മാനേജർ. അത്തരത്തിലൊരാൾക്ക് കീഴിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞെങ്കിലെന്ന് അയാൾ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു മാനേജറാകാൻ തനിക്ക് കഴിഞ്ഞെങ്കിലെന്ന് അയാൾ സ്വപ്നം കണ്ടു. നിരവധി മാനേജർമാരുമായി അയാൾ സംസാരിച്ചു. സ്ത്രീകളോടും പുരുഷന്മാരോടും മുതിർന്നവരോടും ചെറുപ്പക്കാരോടും അയാൾ ആശയവിനിമയം നടത്തി. പലതരം ഓഫീസുകൾ അയാൾ സന്ദർശിച്ചു. ചെറുതും വലുതും, ആഡംബരമുള്ളതും ഇല്ലാത്തതും, വലിയ ജാലകങ്ങളുള്ളതും ജാലകങ്ങൾ തന്നെ ഇല്ലാത്തതുമായ കെട്ടിടങ്ങൾ അയാൾ കയറിയിറങ്ങി. പക്ഷേ അതുവരെ കണ്ടതൊന്നും അയാളെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. വിട്ടുവീഴ്ച ചെയ്യാത്ത കണിശക്കാരായ മാനേജർമാരെ അയാൾ കണ്ടു. അവരുടെ സ്ഥാപനങ്ങൾ വിജയിച്ചു. പക്ഷേ തൊഴിലാളികൾ പരാജയപ്പെട്ടു. അവർ നല്ലവരാണെന്ന് ചിലർ പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ലെന്ന് നിരവധി പേർ മറിച്ചും അഭിപ്രായപ്പെട്ടു. അത്തരം മാനേജർമാർ ഒരേപോലെ ഉത്തരങ്ങൾ നൽകി. ഞാനെപ്പോഴും സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്നു. പ്രായോഗിക തലത്തിൽ നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അവരിൽ ഒരാൾ പറഞ്ഞു. അവർ ജോലിയുടെ റിസൾട്ടിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണെന്ന് അയാൾ മനസ്സിലാക്കി. മൃദു സ്വഭാവികളായ മാനേജർമാരെ അയാൾ കണ്ടുമുട്ടി. അവർ അലിവുള്ളവരും മറ്റുള്ളവരോട് മയത്തോടെ പെരുമാറുന്നവരുമായിരുന്നു. അവരുടെ സ്ഥാപനങ്ങൾ തോറ്റു. സഹപ്രവർത്തകർ വിജയിച്ചു. ചില ആളുകൾ അവർക്ക് നല്ല അഭിപ്രായം നൽകി. ചിലർ ഇത്തരം മാനേജർമാരുടെ കാര്യക്ഷമതയിൽ സംശയം പ്രകടിപ്പിച്ചു. അത്തരം മാനേജർമാർ പറഞ്ഞു, ഞാനൊരു പങ്കാളിത്ത മാനേജറാണ്. മനസാക്ഷിയുള്ളയാൾ. വ്യക്തികളായിരുന്നു അത്തരക്കാർക്ക് താൽപ്പര്യം.
പക്ഷേ ഇതൊന്നും അയാളെ തൃപ്തിപ്പെടുത്തിയില്ല. ലോകത്തിലെ എല്ലാ മാനേജർമാരും ഏതാണ്ട് ഒരേ തരത്തിലാണ് കാര്യങ്ങൾ നടത്തിയിരുന്നതെന്നും അവർ ഒന്നുകിൽ വ്യക്തികളിൽ അല്ലെങ്കിൽ റിസൾട്ടിൽ താൽപ്പര്യമുള്ളവർ ആയിരുന്നുവെന്നും അയാൾ മനസ്സിലാക്കി. റിസൾട്ടിൽ മാത്രം ശ്രദ്ധിക്കുന്നവരെ ആളുകൾ സ്വേച്ഛാധിപതികളായി കണ്ടു. അല്ലാത്തവർ ജനാധിപത്യ പ്രിയരാണെന്നും അഭിപ്രായപ്പെട്ടു. കർക്കശമായ സ്വേച്ഛാധിപതികളും ജനാധിപത്യവാദികളും പൂർണ്ണതയുള്ളവർ അല്ല എന്ന് അയാൾ കണ്ടു. ഒരു ഘട്ടത്തിൽ നിരാശ അയാളെ പിടികൂടി. തന്റെ അന്വേഷണം നിർത്തിവെക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. പക്ഷെ താൻ എന്താണ് തിരയുന്നതെന്ന് അറിയുന്നതുകൊണ്ട് അന്വേഷണം നിർത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഇതിനിടെ കാര്യപ്രാപ്തിയുള്ള ചിലരെയും അയാൾ കണ്ടെത്തി. എന്നാൽ അവരാരും തന്നെ അവരുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായില്ല. അത് അയാളെ ഒട്ടൊന്നുമല്ല നിരാശപ്പെടുത്തിയത്. താൻ അന്വേഷിക്കുന്നത് ഒരിക്കലും കണ്ടെത്തില്ലെന്ന് ചില ഘട്ടങ്ങളിലെങ്കിലും അയാൾക്ക് തോന്നിപ്പോയി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഒരു മാനേജരെക്കുറിച്ച് ധാരാളം അതിശയകരമായ കാര്യങ്ങൾ അയാൾ കേട്ടു തുടങ്ങി. അടുത്ത പട്ടണത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയാൻ പലരും മത്സരിച്ചു. അയാൾക്ക് കീഴിൽ ആളുകൾ ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് അയാൾ കേട്ടു. ആ മാനേജർമാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തിയവർ ജീവിത വിജയം നേടി. മറ്റുള്ളവരെ പോലെ ഈ മാനേജറും തന്റെ വിജയത്തിന്റെ രഹസ്യം മറച്ചുവെക്കുമോ എന്ന് അയാൾ ആശങ്കപ്പെട്ടു. എന്തായാലും മാനേജറുടെ സഹായിയെ അയാൾ വിളിച്ചു. സഹായി മാനേജർക്ക് നേരിട്ട് ഫോൺ നൽകി. അങ്ങേത്തലക്കൽ കേട്ട ശാന്തമായ ശബ്ദം കൃത്യമായ മറുപടി നൽകി. ബുധനാഴ്ച ഒഴികെ ഏത് ദിവസവും കുഴപ്പമില്ല. ഇത്രയും തിരക്കുള്ള ആൾ തനിക്ക് വേണ്ടി സമയം നൽകുന്നത് അയാളെ അത്ഭുതപ്പെടുത്തി. അയാൾ ചെല്ലുമ്പോൾ മാനേജർ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. നിങ്ങളുടെ രീതികളെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിരിക്കുന്നു. അതേക്കുറിച്ച് കൂടുതൽ അറിയാനും ഞാൻ ആഗ്രഹിക്കുന്നു. സ്ഥാപനത്തിലെ ഓരോ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിനായി പുതിയ രീതികളും സമ്പ്രദായങ്ങളും ഞങ്ങൾ ഉപയോഗിക്കുന്നു. നമുക്കാദ്യം അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. എല്ലാ നിർദ്ദേശങ്ങളും മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയായിരുന്നു ഇവിടെ ആദ്യം ഉപയോഗിച്ചിരുന്നത്. ഒരു ഘട്ടം വരെ അതെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിച്ചു. എന്നാൽ അത് ജോലി ചെയ്യുന്നവർക്കൊട്ടും പ്രചോദനം നൽകിയില്ല. മാത്രമല്ല, പുതിയ കണ്ടെത്തലുകളെ അടിച്ചമർത്തുകയും ചെയ്തു. ഉപഭോക്താക്കൾക്ക് കൂടുതൽ വേഗത്തിൽ മികച്ച സേവനം നൽകുകയാണ് വേണ്ടത്. സ്ഥാപനത്തിൽ എല്ലാവരും കാര്യക്ഷമമായി പ്രവർത്തിക്കണം. ഈ കാലഘട്ടത്തിന്റെ വേഗതയ്ക്കനുസരിച്ച് മുന്നേറുക എന്നതാണ് ആവശ്യം. മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതി ഇവിടെ പ്രാവർത്തികമല്ല. പകരം സഹകരണത്തിന്റെ സമ്പ്രദായമാണ് കൂടുതൽ ഫലപ്രദമാകുക. എങ്ങനെയാണ് ഈ സഹകരണം നിങ്ങൾ ഉറപ്പുവരുത്തുന്നത്? എന്റെ സംശയം ന്യായമായിരുന്നു. ബുധനാഴ്ചകളിൽ ഞാൻ ടീമംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. അതുകൊണ്ടാണ് ബുധനാഴ്ച ഒഴിച്ച് ബാക്കി ഏത് ദിവസവും നമുക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞത്. കൂടിക്കാഴ്ചയിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചറിയും. അവർ നേടേണ്ടിയിരുന്ന ലക്ഷ്യങ്ങളും നേരിട്ട പ്രശ്നങ്ങളും അത് നേടാനുള്ള പദ്ധതികളുമെല്ലാം അവർ വിശദീകരിക്കും. അതാണ് നിങ്ങളെ കൂട്ടായ്മയുടെ മാനേജർ അല്ലെങ്കിൽ പങ്കാളിത്ത മാനേജറാക്കുന്നത്, അല്ലേ? ഞാൻ ചോദിച്ചു. അവരുടെ തീരുമാനങ്ങളിൽ ഞാൻ ഇടപെടുകയില്ല. അവരുടെ തീരുമാനങ്ങൾ സുഗമമായി നടപ്പിലാക്കാൻ സഹായിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്, മാനേജർ പറഞ്ഞു. മികച്ച റിസൾട്ട് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എല്ലാവരുടെയും മികച്ച പെർഫോമൻസ് പുറത്തേക്ക് കൊണ്ടുവരാൻ അവരെ സഹായിക്കുമ്പോൾ നമ്മൾ മികച്ച റിസൾട്ട് ഉറപ്പാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വ്യക്തികളല്ല, ഫലങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്, അല്ലേ? അപ്പോഴേക്കും മാനേജർ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയിരുന്നു. എങ്കിലും ഒരു കാര്യം കൂടി പറഞ്ഞു തന്നു. മാനേജർമാർ ഒരേ സമയം വ്യക്തികളെയും അവരിലൂടെ വരുന്ന റിസൾട്ടിനെയും അടിസ്ഥാനമാക്കി ആയിരിക്കണം പ്രവർത്തിക്കുന്നത്. ഇത് കണ്ടോ? മാനേജർ കമ്പ്യൂട്ടർ സ്ക്രീനിലെ വാചകം കാണിച്ചു തന്നു. അവനവനെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്നവർ നല്ല ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. സംഭാഷണം തുടർന്നുകൊണ്ട് മാനേജർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയൂ. നിങ്ങളെക്കുറിച്ച് നല്ലത് ചിന്തിക്കുമ്പോഴാണോ അതോ മോശമായി ചിന്തിക്കുമ്പോഴാണോ നിങ്ങൾക്ക് നന്നായി ജോലി ചെയ്യാൻ സാധിക്കുന്നത്? എന്നെക്കുറിച്ച് നല്ലതായി ചിന്തിക്കുമ്പോൾ, അയാൾ പറഞ്ഞു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മാനേജർ ഉത്സാഹത്തിലായി. അയാൾ വീണ്ടും ചോദിച്ചു, അപ്പോൾ മറ്റുള്ളവരിൽ നല്ല മാറ്റം കൊണ്ടുവരികയാണ് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടത്, അല്ലേ? മാനേജർ ജാലകത്തിനടുത്തേക്ക് ചെന്ന് പുറത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവിടെ 2 റെസ്റ്റോറൻ്റ് ഉണ്ട്. ആദ്യത്തെ റെസ്റ്റോറൻറ്റിലാണ് കൂടുതൽ ആളുകളുള്ളത്. എന്തുകൊണ്ടായിരിക്കാം? അയാൾ മറുപടി പറഞ്ഞു. അവിടെ സേവനം നല്ലതായിരിക്കാം. അവർക്ക് നല്ല ആഹാരവും നല്ല സേവനവും ലഭിക്കുന്നുണ്ടായിരിക്കും. മാനേജർ പറഞ്ഞു. വളരെ ലളിതമാണത്. ആവശ്യക്കാർക്ക് വേണ്ട ഗുണമേന്മയുള്ള കാര്യങ്ങളും സേവനവും ഉൽപ്പന്നവും നൽകാതെ വ്യാപാരം തുടരാൻ കഴിയില്ല. വിജയം നേടാൻ എളുപ്പമുള്ള വഴി വ്യക്തികളാണ്.
മികച്ച റെസ്റ്റോറന്റിലെ മികച്ച വ്യക്തികളാണ് വിജയം തരുന്നത്. ഇപ്പോൾ മാനേജർ തിരികെ വന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് സംഭാഷണം തുടർന്നു. അയാൾ വീണ്ടും ചോദിച്ചു, നിങ്ങളൊരു പങ്കാളിത്ത മാനേജർ അല്ല എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത്? മാനേജർ പറഞ്ഞു, അവരെന്നെ 1 മിനിറ്റ് മാനേജർ എന്നാണ് വിളിക്കുന്നത്. അതെന്താണെന്ന ചോദ്യത്തിന് മാനേജർ ചിരിയോടെ മറുപടിയും നൽകി. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വലിയ റിസൾട്ട് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കണ്ടെത്തുന്നത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ധാരാളം മാനേജർമാരോട് അയാൾ നേരത്തെ സംസാരിച്ചിരുന്നുവെങ്കിലും ഇത്തരമൊരു മറുപടി ആദ്യമായാണ് കേട്ടത്. അയാൾക്ക് അത് അവിശ്വസനീയമായി തോന്നി. അവിശ്വാസം മനസ്സിലാക്കിയെന്നോണം മാനേജർ മറുപടി നൽകി. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ടീമിലുള്ള മറ്റുള്ളവരോട് സംസാരിച്ചുകൂടാ? ഇവിടെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. 1 മിനിറ്റ് മാനേജർ എന്ന ആശയം മറ്റൊരാൾ എനിക്ക് നൽകിയതാണ്. അത് നിങ്ങൾക്കും നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആശയം എന്നിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. പുറത്തിറങ്ങുമ്പോഴേക്കും മാനേജറുടെ സഹായി കോട്നിയെ കണ്ടു. കോട്നി അയാളെ തെരേസ ലീയുടെ ഓഫീസിലെത്തിച്ചു. തെരേസ അയാളോട് മാനേജരെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. എന്റെ ജോലി എങ്ങനെ നന്നായി ചെയ്യണമെന്ന് പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അത് ഞാൻ പഠിച്ചപ്പോൾ മുതൽ വളരെ കുറച്ച് സമയം മാത്രമേ എനിക്ക് വേണ്ടി അദ്ദേഹത്തിന് ചെലവഴിക്കേണ്ടി വന്നിട്ടുള്ളൂ. മാത്രമല്ല, ഞാനിപ്പോൾ അദ്ദേഹത്തെ കാണാറില്ല. ജോലി തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ സമയം കൂടുതൽ എനിക്ക് ചെലവഴിക്കേണ്ടി വന്നിരുന്നു. പുതിയ കാര്യം തുടങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ 1 മിനിറ്റ് ലക്ഷ്യങ്ങൾ ഉറപ്പിക്കുന്നത്. എന്താണ് 1 മിനിറ്റ് വിഷയങ്ങൾ? അയാളുടെ ജിജ്ഞാസയ്ക്ക് അതിനുണ്ടായിരുന്നില്ല. 1 മിനിറ്റ് മാനേജ്മെന്റിന് 3 രഹസ്യങ്ങളുണ്ട്. ആദ്യത്തേതിതാണ്. 3 രഹസ്യങ്ങളോ? അയാൾ ചോദിച്ചു. തെരേസ വ്യക്തമാക്കി. ഞാൻ മുൻപ് ജോലി ചെയ്തിരുന്ന ഇടങ്ങളിലെല്ലാം എന്റേതല്ലാത്ത കാരണങ്ങൾക്കായി ഞാൻ ശകാരിക്കപ്പെടാറുണ്ടായിരുന്നു. ജോലികൾ എന്റേതല്ലാത്തതുപോലും ചെയ്യുകയും അത് മോശമായി തീരുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെ സംഭവിക്കാറില്ല. ഞങ്ങളുടെ ചുമതലകൾ എന്താണെന്നും ഏതെല്ലാം കാര്യങ്ങളിൽ ഞങ്ങൾ ഉത്തരവാദികളാണെന്നും അദ്ദേഹം മുൻകൂട്ടി വ്യക്തമാക്കിയിരുന്നു. അതും ഞങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചുകൊണ്ട്, പുതിയ രീതികൾ ആവിഷ്കരിച്ചുകൊണ്ട്, കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനാലാണ് ഞങ്ങൾ അദ്ദേഹത്തെ മാനേജർ എന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. മറിച്ച് ഞങ്ങളുടെ അധ്വാനവും ചുമതലകളും ഒരേ സമയം കേൾക്കുകയും ശേഷം ലക്ഷ്യങ്ങൾ എന്തായിരിക്കുമെന്ന് ഞങ്ങളിൽ നിന്ന് അറിയാനുമാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. പ്രധാനപ്പെട്ട തീരുമാനങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും തീരുമാനത്തിലെത്തിയ ശേഷം ഞങ്ങൾ ഓരോന്നും എഴുതി വയ്ക്കും. ചെറിയ പാരഗ്രാഫുകളായാണ് ഈ വിവരങ്ങൾ എഴുതേണ്ടത്. 1 മിനിറ്റ് കൊണ്ട് വിലയിരുത്താൻ സാധിക്കും. പ്രധാനപ്പെട്ടതിൽ ശ്രദ്ധിക്കാൻ സാധിക്കും. ഒടുവിൽ എന്റെ ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിന് മെയിൽ ചെയ്യുകയും അതിന്റെ കോപ്പി സൂക്ഷിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ചിത്രം വ്യക്തമാകുന്നു. തെരേസ ഒന്നുകൂടി വ്യക്തമാക്കി. ഞങ്ങൾ 80/20 എന്ന ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവരുന്നത് 20% കാര്യങ്ങളാണ്. ബാക്കി 80% കാര്യങ്ങളിലും വിജയം കൊണ്ടുവരുന്നത് ആത്മാർത്ഥമായി ചെയ്യുന്ന ഈ 20% കാര്യങ്ങളിലാണ്. നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രൊഡക്റ്റീവായ 20% കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക. 20% പ്രധാനമായ കാര്യങ്ങളും 80% അപ്രധാനമായ കാര്യങ്ങളുമാണ് ഇത്. പ്രധാനപ്പെട്ട 20% കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രധാനമായ ബാക്കി 80% കാര്യങ്ങളിൽ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ് ഈ ആശയം. 20% വരുന്ന പ്രധാന മേഖലയിലാണ് ഞങ്ങൾ 1 മിനിറ്റ് ലക്ഷ്യങ്ങൾ ഉറപ്പിക്കുന്നത്. 1 മുതൽ 5 വരെ ലക്ഷ്യങ്ങൾ ഓരോരുത്തരും കണ്ടെത്തിയിരിക്കും. പ്രത്യേകിച്ച് ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ ഞങ്ങൾ അതിനായി പ്രത്യേക 1 മിനിറ്റ് ലക്ഷ്യങ്ങൾ തീരുമാനിക്കും. ഇടയ്ക്ക് ലക്ഷ്യമെന്താണെന്ന് വായിച്ചു നോക്കും. അതിന് 1 മിനിറ്റ് മതിയല്ലോ. ഇനി അടുത്ത് ലക്ഷ്യങ്ങളും ലക്ഷ്യങ്ങൾ നേടാനായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും തമ്മിൽ ചേരുന്നുണ്ടോ എന്ന് തിരിച്ചറിയുകയാണ്. അഥവാ അത് ചേർന്നില്ലെങ്കിൽ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രവൃത്തികൾ പുനഃക്രമീകരിക്കും. അപ്പോൾ അവിടെ മാനേജറുടെ ആവശ്യം വരുന്നില്ല. നിങ്ങൾ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത് എന്ന് പറയാം. തെരേസ കൂടുതൽ വ്യക്തമാക്കി. അത് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമുള്ളതാക്കുന്നു. നമ്മൾ എത്തേണ്ട ലക്ഷ്യങ്ങൾ എന്താണെന്നത് വ്യക്തമാണ്. അദ്ദേഹത്തിന് പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് നേരിട്ട് എത്തിച്ചേരാൻ കഴിയണമെന്നില്ല. പല വഴികളിലൂടെ അദ്ദേഹം ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എളുപ്പമാക്കുന്നു. തെരേസ തുടർന്നു. എനിക്ക് നൽകിയിരുന്ന ലക്ഷ്യം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും അതിന് പരിഹാരം കണ്ടെത്തലുമായിരുന്നു. തുടക്കത്തിൽ എൻ്റെ ജോലിയിലെ ഒരു പ്രശ്നം ഞാൻ കണ്ടെത്തി. പക്ഷേ അതിനുള്ള പരിഹാരം എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഉടനെ അദ്ദേഹത്തിൻ്റെ സഹായം തേടി.
അദ്ദേഹം പറഞ്ഞത്, എപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതായിരിക്കും നിങ്ങളുടെ ജോലി. പുതിയ ആളായതിനാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ എൻ്റെ പ്രശ്നം പറഞ്ഞു, എൻ്റെ ഭാഗത്തെ ന്യായീകരിച്ചുകൊണ്ട് തന്നെ. അദ്ദേഹം വീണ്ടും ചോദിച്ചു, എന്തുകൊണ്ടാണ് പ്രശ്നങ്ങളുണ്ടായത്? യഥാർത്ഥത്തിൽ ആ സാഹചര്യം എങ്ങനെയാണ് വേണ്ടിയിരുന്നത്? സമയമെടുത്താണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ എനിക്ക് കഴിഞ്ഞത്. കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നതിനാൽ ഞാനത് സമയമെടുത്ത് തന്നെ കണ്ടെത്തി. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഇപ്പോഴുള്ള പ്രശ്നവും നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ വീണ്ടും സമയമെടുത്ത് അതിനുള്ള മറുപടി നൽകി. എങ്കിൽ ഇക്കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നത് വ്യക്തമാക്കണം. ഞാൻ ഒന്നാമത്തെ കാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഒന്നാമത്തെ കാര്യം റിസൾട്ട് തരുമോ എന്ന്. അതൊരു പരിഹാരമല്ല എന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കാര്യം ചെയ്യാമെന്ന് ഞാനും പറഞ്ഞു. രണ്ടാമത്തെ കാര്യം റിസൾട്ട് തരുമെന്ന് ഉറപ്പുണ്ടോ? വീണ്ടും അദ്ദേഹം ചോദിച്ചു. ഇല്ല എന്നായിരുന്നു മറുപടി. എങ്കിലിതൊരു നല്ല പരിഹാരമായിരിക്കുമോ എന്ന് അദ്ദേഹവും ചോദിച്ചു. അല്ല എന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ മൂന്നാമത്തെ പരിഹാരവും ഗുണമുണ്ടാകുന്നതായിരുന്നില്ല. ഒടുവിൽ ഞാൻ തന്നെ വഴി കണ്ടുപിടിച്ചു. അവയിൽ ചില പരിഹാരങ്ങൾ യോജിപ്പിച്ചാൽ ചിലപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. 3 ആഴ്ചകളിൽ ഈ 3 കാര്യങ്ങളും ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് എനിക്ക് തോന്നി. എനിക്ക് അതിശയം തോന്നി. എൻ്റെ പ്രശ്നം പരിഹരിച്ചതിന് അദ്ദേഹത്തോട് നന്ദിയും പറഞ്ഞു. അദ്ദേഹം വ്യക്തമാക്കി തന്നു, നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഈ പ്രശ്നം പരിഹരിച്ചത്. ഭാവിയിൽ നിങ്ങൾ നിങ്ങളോട് ചോദിക്കാമായിരുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. എങ്ങനെയാണ് അദ്ദേഹം നമ്മളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെക്കൊണ്ട് തന്നെ പരിഹരിച്ചത്? ഇതെനിക്ക് വളരെയധികം അതിശയകരമായി തോന്നി. കസേരയിൽ ചാരിയിരുന്നു കൊണ്ട് തെരേസ സംഭവിച്ച കാര്യങ്ങളിലൂടെ ഒന്നുകൂടി സഞ്ചരിച്ചതുപോലെ അയാൾക്ക് തോന്നി. തെരേസ തുടർന്നു, ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ സമയം കൂടുതൽ എടുക്കേണ്ടി വരില്ല എന്ന് എനിക്ക് വ്യക്തമായി. മാത്രമല്ല, ഞങ്ങളുടെ ടീമിലെ ഓരോരുത്തരും ഈ രീതിയിൽ ജോലി വേഗത്തിലാക്കുകയും ജോലി ആസ്വാദ്യകരമാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഇങ്ങനെയാകുമ്പോൾ സ്ഥാപനത്തിലുള്ളവർ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായി മാറും. എല്ലാവരും സ്വയം പര്യാപ്തരാകും, അല്ലേ? തെരേസ തലയാട്ടി സമ്മതിച്ചു. അയാൾ വീണ്ടും പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പെഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തെരേസയ്ക്കും അത് നല്ല കാര്യമായി തന്നെ തോന്നി. അയാൾ ഇങ്ങനെ എഴുതി: 1 മിനിറ്റ് ലക്ഷ്യങ്ങൾ പ്രവർത്തിക്കുന്ന രീതി. 1. ലക്ഷ്യങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കുക. 2. ഓരോ ലക്ഷ്യവും സമയപരിധിയോടുകൂടി ഒരു പേജിൽ എഴുതുക. 3. പ്രധാനപ്പെട്ട വിഷയങ്ങൾ എല്ലാ ദിവസവും വായിക്കുക. ഇതിനായി 1 മിനിറ്റ് മാത്രം ചെലവഴിക്കുക. 4. ലക്ഷ്യവും ലക്ഷ്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഒരുമിച്ച് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 5. ലക്ഷ്യവും പ്രവൃത്തികളും തമ്മിൽ തമ്മിൽ ചേരുന്നില്ലെങ്കിൽ അത് പുനഃക്രമീകരിക്കുക. അയാൾ തൻ്റെ നോട്ട് തെരേസയെ കാണിക്കുകയും തെരേസ അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. നിങ്ങൾ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. ഇനി നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടത് പോൾ ട്രെനലിനോടൊപ്പമാണ്. സമയത്തെക്കുറിച്ചുള്ള തെരേസയുടെ നിഷ്ഠ അയാളിൽ മതിപ്പുളവാക്കി. പോകാൻ നേരത്തെ ഹാർദവമായ ഒരു ഹാൻഡ്ഷേക്കിന് ശേഷം തെരേസ ഒരു കാര്യം കൂടി പറഞ്ഞു. മാറ്റത്തോട് ചേർന്ന് പോവുകയാണ് ഏറ്റവും പ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്ന്. തെരേസയുടെ ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ മുതൽ ചിന്തിച്ചത് ഇവിടെ നിന്ന് കേട്ട പുതിയ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. അവരുടെ ലാളിത്യം അയാളെ വളരെയധികം അതിശയപ്പെടുത്തി. ലക്ഷ്യങ്ങളെക്കുറിച്ചും തീരുമാനങ്ങളെക്കുറിച്ചുമുള്ള അവരുടെ കാഴ്ചപ്പാട് ഇതിനോടകം തന്നെ അയാളിൽ വലിയ പ്രഭാവം ചെലുത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ചിന്തിക്കുന്നതിനിടയിൽ അയാൾ പോൾ ട്രെനലിന്റെ ഓഫീസിലുമെത്തി. തീരെ ചെറുപ്പമായിരുന്നു പോൾ ട്രെനൽ. 30 മാത്രം പ്രായം. പോൾ ട്രെനൽ പറയാൻ ആരംഭിച്ചു. ആദ്യത്തെ മാനേജർ ഇതുപോലെ ആയിരുന്നില്ല. അയാൾ അയാളുടെ രീതിയിലായിരുന്നു മാനേജ് ചെയ്തിരുന്നത്. പുതിയ 1 മിനിറ്റ് മാനേജർ പുതിയ ആശയങ്ങളാണ് കൊണ്ടുവന്നത്. ആദ്യകാലത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം നമ്മോടൊപ്പം നിന്ന് പറഞ്ഞു തരുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം എന്നെ കൂടുതൽ വിശ്വസിക്കുന്നു. എങ്കിലും പുതിയ കാര്യങ്ങളും ചുമതലകളും ആരംഭിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി സമയം തരാറുണ്ട്. അതെ, 1 മിനിറ്റ് മാനേജ്മെന്റിന്റെ വളരെ ഗംഭീരമായ ആശയമാണത്. അയാളെ തിരുത്തിക്കൊണ്ട് പോൾ ട്രെനൽ പറഞ്ഞു, ഞാൻ 1 മിനിറ്റ് മാനേജ്മെന്റിനെ കുറിച്ചല്ല, 1 മിനിറ്റ് അഭിനന്ദനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്.
1 മിനിറ്റ് അഭിനന്ദനങ്ങളാണോ രണ്ടാമത്തെ രഹസ്യം? അതെ, പോൾ പറഞ്ഞു. ഞാനിവിടെ ജോലി ചെയ്തിരുന്നപ്പോൾ എന്താണ് എൻ്റെ ചുമതലകളെന്ന് മാനേജർ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. പെർഫോമൻസിനെക്കുറിച്ചുള്ള ശരിയായ വിലയിരുത്തൽ ലക്ഷ്യങ്ങൾ നേടാൻ വളരെ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്നെ ഇവിടെ നിർത്താൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ജോലി ആസ്വദിക്കണമെന്ന കാര്യത്തിലും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. അങ്ങനെ ഞാൻ സ്ഥാപനത്തിന് മുതൽക്കൂട്ടാവണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. നല്ലതായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ തുറന്നു പറയുകയും മോശമാണ് പ്രകടനമെങ്കിൽ അത് കണിശമായി പറയുകയും ചെയ്തു. ഇത്തരം ഇടപെടലുകൾ തുടക്കത്തിൽ അത്ര സുഖകരമായിരിക്കില്ല, പക്ഷേ അതാവശ്യമായിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. 1 മിനിറ്റ് ലക്ഷ്യങ്ങൾ ഉറപ്പിച്ച ശേഷം മാനേജറുമായി ഞാൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ദൂരെയാണെങ്കിലും ഞാനുമായി ബന്ധപ്പെട്ട ഡാറ്റ അദ്ദേഹം പരിശോധിക്കും. എൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ അദ്ദേഹത്തിന് എപ്പോഴും അയക്കുമായിരുന്നു. ആദ്യം എനിക്കത് സുഖകരമായി തോന്നിയില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഈ നിരീക്ഷണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മറ്റ് സ്ഥാപനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന തെറ്റ് കണ്ടെത്താനാണ് മാനേജർ ശ്രമിക്കാറ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ച് നമ്മൾ ചെയ്യുന്നതിലെ ശരി കണ്ടെത്തുന്നതിലായിരുന്നു അദ്ദേഹത്തിന് താൽപ്പര്യം. അയാൾ ആകാംക്ഷയോട് ചോദിച്ചു, നമ്മൾ ചെയ്യുന്ന ശരി കണ്ടെത്തിയാൽ എന്താണ് അടുത്തതായി സംഭവിക്കുക എന്ന്. പോൾ ഉത്സാഹത്തോടെ പറഞ്ഞു, അപ്പോഴാണത് സംഭവിക്കുക. 1 മിനിറ്റ് അഭിനന്ദനങ്ങൾ. അദ്ദേഹം അതല്പം പോലും വൈകാതെ, അല്പം പോലും പിശുക്കാതെ പറയും. അതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ അയാൾ ശ്രദ്ധാപൂർവമിരുന്നു. പോൾ തുടർന്നു, നമ്മൾ ചെയ്ത ശരിയായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അദ്ദേഹം തുറന്നു പറയും. അതേക്കുറിച്ച് അദ്ദേഹം എന്ത് ചിന്തിക്കുന്നു എന്ന് പറയും. അദ്ദേഹം അക്കാര്യങ്ങൾ കൂടുതൽ നന്നായി ചെയ്യാനായി പ്രോത്സാഹനവും തരും. ശേഷം അഭിനന്ദനങ്ങൾ തരും. മറ്റൊന്ന്, ഞാൻ ശരിയായി ചെയ്ത കാര്യം എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കി തരുന്നു. എന്തുകൊണ്ടാണ് അഭിനന്ദനം അർഹിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു. അദ്ദേഹം പറയുന്നതിലെ ആത്മാർത്ഥത എനിക്ക് വ്യക്തമാകുന്നു. മാത്രമല്ല, സ്ഥിരതയുള്ള പെരുമാറ്റ രീതി എനിക്ക് വലിയ ആത്മവിശ്വാസമാണ് തരുന്നത്. അതായത്, ഞാൻ നല്ലത് ചെയ്യുമ്പോൾ എല്ലാം അഭിനന്ദനം നൽകുന്നുവെന്നതാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥിരതയുള്ള പെരുമാറ്റം സ്ഥാപനത്തിൽ പലയിടങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ടാകാം. പക്ഷേ അപ്പോഴും നമ്മളെ അഭിനന്ദിക്കാൻ അദ്ദേഹം മറക്കുന്നില്ല. ഇതിനെല്ലാം 1 മിനിറ്റിൽ താഴെ മാത്രമേ സമയവുമാവുന്നുള്ളൂ എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ ജോലിയുടെ തുടക്കത്തിലാണ് അദ്ദേഹം കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത്. പുതിയ ചുമതലകൾ ഏറ്റെടുക്കുമ്പോൾ, പുതിയ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോഴും അദ്ദേഹം അങ്ങനെ ചെയ്തു. ഇത്രയും സംഭവിക്കുന്നതിനിടെ പ്രധാനപ്പെട്ട ഒരു കാര്യവും നടക്കുന്നു. നമ്മൾ നമ്മെ തന്നെ അഭിനന്ദിക്കാൻ പഠിക്കും. അദ്ദേഹം എപ്പോഴും അഭിനന്ദനം തരണമെന്നില്ല. ഞാൻ ഇത്രയും ആസ്വദിച്ച് ഒരു ജോലി ചെയ്യുന്നത് ആദ്യമാണ്. ഈ അഭിനന്ദനങ്ങൾക്കുള്ള അർഹത എനിക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല, അതെനിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു. ഇങ്ങനെയാണ് 1 മിനിറ്റ് അഭിനന്ദനങ്ങൾ നമ്മളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. മാത്രമല്ല, ഈ ആത്മവിശ്വാസം മാറ്റങ്ങളെ നേരിടാൻ നമ്മെ സഹായിക്കുന്നു. പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അയാളെ സംബന്ധിച്ച് ഇക്കാര്യങ്ങളെല്ലാം ഏറ്റവും പുതിയ അറിവുകളായിരുന്നു. പോൾ സംസാരം തുടർന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ മാനേജർ ധാരാളം സമയം ലാഭിക്കുകയാണ്. ഞാനും എൻ്റെ കൂടെയുള്ളവരോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. അവരും സ്വയം പര്യാപ്തമാകണമെന്നാണ് എൻ്റെ ആഗ്രഹവും. അയാൾ വീണ്ടും ചോദിച്ചു, അതായത് നിങ്ങൾ 1 മിനിറ്റ് ലക്ഷ്യങ്ങൾ 1 മിനിറ്റ് അഭിനന്ദനങ്ങളുമായി ബന്ധിപ്പിക്കുകയാണ്. അത് വ്യക്തികളിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും. പോൾ ട്രെന്നലിനോട് യാത്ര പറഞ്ഞിറങ്ങി ഇതുവരെ കേട്ട കാര്യങ്ങൾ മനസ്സിൽ ഒരിക്കൽ കൂടി അയാൾ ചിന്തിച്ചുറപ്പിച്ചു. വ്യക്തികൾക്ക് അഭിനന്ദനങ്ങൾ നൽകുക. അവർ ചെയ്ത നല്ല കാര്യങ്ങൾ അവരോട് തന്നെ പറയുക. അക്കാര്യങ്ങൾ നിങ്ങളിലുണ്ടാക്കിയ സന്തോഷവും പ്രതീക്ഷയും അവരെ അറിയിക്കുക. അത് പറഞ്ഞ ശേഷം അനുഭവത്തിലേക്ക് വരാൻ അവർക്ക് 1 നിമിഷം നൽകുക. ഇത്തരം കാര്യങ്ങൾ വീണ്ടും ചെയ്യാനായാൽ പ്രോത്സാഹിപ്പിക്കുക. ഉച്ചയ്ക്ക് ശേഷം അയാൾ ലിസ് അക്വിനോയെ കാണാൻ പോയി. അയാൾക്ക് ഇനിയും കൂടുതലായി അറിയാനുണ്ടായിരുന്നു. ലിസ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞങ്ങളുടെ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ചത് ഞങ്ങളുടെ 1 മിനിറ്റ് മാനേജറുടെ പ്രവർത്തനമാണ്. ഞങ്ങളുടെ സന്നാഹങ്ങളിൽ വച്ച് ഏറ്റവും വലുത് അതുതന്നെയാണ്. അപ്പോൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയും സൗകര്യങ്ങളും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ എന്നയാൾ ചോദിച്ചു. ലിസിന്റെ മറുപടി അയാളെ കൂടുതൽ അതിശയിപ്പിച്ചു. സത്യം പറഞ്ഞാൽ പഴയ സാങ്കേതിക വിദ്യകൾ മാത്രമേ അദ്ദേഹത്തിന്റെ പക്കലുള്ളൂ. എന്നാൽ അദ്ദേഹത്തിന് മികച്ച വാർഷിക വരുമാനമുണ്ട്. എന്നാലും പലരും അദ്ദേഹത്തിന്റെ വകുപ്പിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. ഇത്രയും മികച്ച മാനേജറിൽ നിന്ന് വിട്ടുപോവുകയോ? അയാൾ ചോദിച്ചു.
ലിസ് മറുപടി പറഞ്ഞു. അങ്ങനെയല്ല, ഞങ്ങൾ അവർക്ക് പുതിയ പ്രവർത്തന മേഖല നൽകുകയാണ്. പുതിയ ദൗത്യം തുടങ്ങുമ്പോഴും പുതിയ മാനേജർമാരെ ആവശ്യമുള്ളപ്പോഴും ഞങ്ങൾ അദ്ദേഹത്തിന്റെ സഹായം തേടും. മിടുക്കന്മാരായ മാനേജരെ അദ്ദേഹം ഞങ്ങൾക്ക് നൽകും. ലിസിനോട് യാത്ര പറഞ്ഞ് അയാൾ ഇറങ്ങി. മാനേജരെക്കുറിച്ച് അതിശയത്തോടെ അല്ലാതെ അയാൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഇനി മാനേജർ തരാൻ പോകുന്ന മൂന്നാമത്തെ രഹസ്യം എന്തായിരിക്കുമെന്നായി അയാളുടെ ചിന്ത. ബാക്കിയുള്ള രഹസ്യത്തെക്കുറിച്ച് അയാൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് രാത്രി അയാൾക്ക് ഉറക്കം വന്നതേയില്ല. ജോൺ ലെവിയുടെ ഓഫീസിൽ അയാൾ നേരത്തെ എത്തിച്ചേർന്നു. മാനേജരെക്കുറിച്ച് ലെവിയുടെ അഭിപ്രായം എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹം എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ആൾ തന്നെ. നിരവധി വർഷങ്ങളായി ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തെ നവീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും മാറ്റങ്ങളോട് പൊരുത്തപ്പെടുന്നു. ജോൺ പറഞ്ഞു തുടങ്ങി. ഏതാനും വർഷങ്ങളായി ഞാനിവിടെ ജോലി ചെയ്യുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് നന്നായി അറിയാം. ഞാനത് നന്നായി ചെയ്യുന്നുണ്ട്. ഇതിൽ അഭിനന്ദനം ആവശ്യമില്ല. നേരത്തെ തന്നെ എൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടാകും. അത് ഒരു പാരഗ്രാഫായി ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ എഴുതിയിട്ടുമുണ്ടാകും. മാത്രമല്ല, എനിക്ക് എന്നെ തന്നെ അഭിനന്ദിക്കാൻ നന്നായി അറിയാം. ചിലപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അഭിനന്ദനം ചോദിച്ചു വാങ്ങാറുമുണ്ട്. അദ്ദേഹം നേരിട്ട് അഭിനന്ദനങ്ങൾ തരുമ്പോൾ ഞാൻ വിജയിച്ചുവെന്നാണ്. അയാൾക്ക് കാര്യങ്ങൾ രസകരമായി തോന്നി. പക്ഷേ കാര്യങ്ങൾ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിലോ? അയാൾ തിരിച്ചു ചോദിച്ചു. അതിനാണ് 1 മിനിറ്റ് ഗതിമാറ്റം എന്ന ആശയം പ്രയോഗിക്കുന്നത്. ഇതായിരുന്നു അയാൾ കാത്തിരുന്ന മൂന്നാമത്തെ രഹസ്യം. ജോൺ അത് വ്യക്തമാക്കി. 1 മിനിറ്റ് അഭിനന്ദനത്തോടൊപ്പം 1 മിനിറ്റ് ഗതിമാറ്റം കൂടി സംഭവിക്കുമ്പോഴേ കാര്യങ്ങൾ പൂർണ്ണമാവുന്നുള്ളൂ. കാര്യങ്ങൾ തെറ്റിപ്പോകുമ്പോൾ ശരിയായ ദിശയിലേക്ക് നയിക്കുവാനും പുതിയ ഊർജത്തോടെ സഞ്ചരിക്കുവാനും 1 മിനിറ്റ് ഗതിമാറ്റം എന്നെ വളരെയധികം സഹായിച്ചു. നേരത്തെ ഇവിടെ സംഭവിച്ചത് ഒരു 1 മിനിറ്റ് ശാസനയായിരുന്നു. പക്ഷേ പുതിയ മാനേജർ അതുമാറ്റി പകരം പോസിറ്റീവായ ഒന്നാക്കി മാറ്റിയെടുത്തു. ഇക്കാലത്ത് കുറച്ച് വിഭവങ്ങൾ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. വ്യക്തികളും അവരുടെ തൊഴിലിൽ കൂടുതൽ മൂല്യവും സംതൃപ്തിയും കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. കാലം വേഗത്തിൽ മാറുന്നു. ഒരു പ്രത്യേക മേഖലയിൽ നമ്മൾ വൈദഗ്ധ്യം നേടിയെടുക്കുന്നു എന്നിരിക്കട്ടെ. പക്ഷേ നാളെ ആ മേഖല പൂർണ്ണമായും ഇല്ലാതായി എന്ന് വന്നേക്കാം. അല്ലെങ്കിൽ ആ മേഖല വേണ്ടെന്ന് വച്ചേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഗതിമാറ്റം വളരെ ഫലപ്രദമാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ വ്യത്യസ്തമായി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തന്നു. എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്? അയാൾ ആകാംക്ഷയോടെ ചോദിച്ചു. എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നാൽ മാനേജർ വേഗത്തിൽ പ്രതികരിക്കും. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ലേ എന്ന് നോക്കും. അല്ലെങ്കിൽ അതിന് ഞങ്ങളെ സഹായിക്കും. ലക്ഷ്യം വ്യക്തമാക്കുന്നതുവരെ ഞങ്ങൾക്കൊപ്പം നിൽക്കും. ഗതിമാറ്റം 2 ഘട്ടങ്ങളിലായാണ് ചെയ്യുന്നത്. ആദ്യ ഘട്ടത്തിൽ ഞങ്ങൾ വരുത്തിയ തെറ്റെന്താണ് എന്നത് ശ്രദ്ധിക്കും. രണ്ടാമത്തെ ഘട്ടം എന്നിലും ശ്രദ്ധിക്കും. അദ്ദേഹം വരുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച പാളിച്ച എന്താണെന്ന് അദ്ദേഹം ചോദിച്ചറിയും. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ കൂടി പറയും. ശേഷം അദ്ദേഹം നിശബ്ദനായിരിക്കും. സംഭവിച്ച തെറ്റ് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനാണ് ഇത്. വളരെ വിലയേറിയ നിശബ്ദതയാണ് അത്. അപ്പോഴാണ് തെറ്റ് എനിക്കും സ്ഥാപനത്തിനും എത്ര കോട്ടമുണ്ടാക്കിയെന്ന് തിരിച്ചറിയാൻ കഴിയുക. പക്ഷേ രണ്ടാമത്തെ പകുതിയിൽ അദ്ദേഹം എനിക്ക് തരുന്നത് ഒരു ഉറപ്പാണ്. എൻ്റെ തെറ്റുകൾക്ക് ഉയരെയാണ് ഞാനെന്ന് അദ്ദേഹം നിങ്ങളിൽ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം ഉറപ്പു നൽകും. ഈ പാളിച്ച ഇനി ഉണ്ടാകില്ല എന്നും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നുവെന്നും അദ്ദേഹം ഒരിക്കൽ കൂടി പറയും. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കും. അതായത് ഞാനോ എൻ്റെ ടീമോ തെറ്റായ കാര്യങ്ങളുടെ പേരിൽ അറിയപ്പെടരുത്, മറിച്ച് മികവിൻ്റെയും കാര്യക്ഷമതയുടെയും പേരിലായിരിക്കണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അപ്പോഴും 1 മിനിറ്റിൽ ഇക്കാര്യങ്ങളെല്ലാം തീരും. ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ടായിരുന്നു. അതയാൾ ഉദ്വേഗത്തോടെ ചോദിച്ചു. മാനേജർക്ക് തെറ്റുപറ്റാറില്ലേ? ഉണ്ടല്ലോ. അദ്ദേഹം മനുഷ്യനാണ്. പക്ഷെ തനിക്ക് സംഭവിച്ച തെറ്റ് തന്നെ ആദ്യം തുറന്നു പറയും. അതേക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് തുറന്നു പറയാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കും. എന്നാൽ അത്തരം സാഹചര്യങ്ങൾ വളരെ കുറച്ചു മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ നമുക്കിഷ്ടം തോന്നുന്നത് ഇത്തരം സുതാര്യമായ സമീപനങ്ങൾ കൊണ്ടാണ്. എപ്പോഴും അദ്ദേഹം ഇങ്ങനെയൊക്കെ തന്നെയാണോ? അയാൾ വീണ്ടും ചോദിച്ചു. ജോൺ പറഞ്ഞു, അതെ, കൂടുതൽ സമയം ഇങ്ങനെയാണ്. പക്ഷേ ഗതിമാറ്റം നടപ്പിലാക്കുമ്പോൾ ചില സമയങ്ങളിൽ ആദ്യ പകുതി മാത്രം ചെയ്യും, രണ്ടാം പകുതി വിട്ടുപോകും. ചിലപ്പോൾ നമ്മുടെ പാളിച്ച വളരെ വേഗത്തിൽ കണ്ടെത്തും.
പക്ഷേ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്ന രണ്ടാം പകുതി വിട്ടുപോകും. അദ്ദേഹം അത് മറക്കുമ്പോൾ ഞാൻ ചൂണ്ടിക്കാട്ടും. അദ്ദേഹവും കൂടി ഉടൻ തന്നെ ആ കുറവ് നികത്തും. കഴിഞ്ഞ ദിവസം ഞാൻ ഫോണിൽ വിളിച്ച് എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച പിഴവ് തുറന്നു പറഞ്ഞു. അദ്ദേഹം അത് അംഗീകരിച്ചു. അതേസമയം എനിക്ക് അർഹതയുള്ള കാര്യം മറന്നുപോയി എന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് രണ്ടാം പകുതി മറന്നതിന് ക്ഷമ ചോദിക്കുകയും എന്നിൽ എപ്പോഴും പ്രതീക്ഷയുണ്ട് എന്ന് പറയുകയും ചെയ്തു. എനിക്ക് വളരെ ആശ്വാസം തോന്നി. 1 മിനിറ്റ് രീതിയിലെ 3 രഹസ്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവർക്കിടയിലെ പരസ്പര ബന്ധം തുടരുകയാണ് ഏറ്റവും പ്രധാനം. 1 മിനിറ്റ് ലക്ഷ്യങ്ങളെന്നാൽ എന്നിലേക്ക് ശ്രദ്ധിക്കണമെന്ന് ഉറപ്പിക്കുകയാണ്. അഭിനന്ദനങ്ങളിലൂടെ വിജയിക്കാനുള്ള ആത്മവിശ്വാസം നേടുന്നു. ഗതിമാറ്റം തെറ്റുകളെയും പാളിച്ചകളെയും നേരിടാനുള്ള വഴിയൊരുക്കുന്നു. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വിലയേറിയ അറിവുകൾ നൽകിയ ജോണിനോട് നന്ദി പറഞ്ഞു. പതിവ് പോലെ മനസ്സിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹം കുറിപ്പുപോലെ എഴുതിയും വച്ചു. 1. കഴിയുന്നത്ര വേഗത്തിൽ ഗതിമാറ്റത്തിന് തയ്യാറാവുക. 2. പാളിച്ചകൾ കണ്ടെത്താൻ ഒരുമിച്ച് ശ്രമിക്കുക. 3. പാളിച്ചകൾ എങ്ങനെ നമ്മളെ ബാധിക്കുമെന്ന് കണ്ടെത്തുക. 4. പാളിച്ചകളെക്കുറിച്ച് ബോധ്യം വരാൻ സമയം നൽകുക. 5. തെറ്റുകൾ കണ്ടെത്തുമ്പോൾ തന്നെ അവരുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നല്ല പ്രോത്സാഹനം നൽകുക. 6. അവരിൽ വിശ്വാസവും പ്രതീക്ഷയുമുണ്ടെന്ന് ഉറപ്പു നൽകുക. മാനേജറുടെ മുറിയിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ 1 മിനിറ്റ് മാനേജ്മെന്റിന്റെ അതിശയകരമായ സാധ്യതകളെക്കുറിച്ചായിരുന്നു അയാളുടെ ചിന്ത. കാലത്തിനൊപ്പം സഞ്ചരിച്ച് അത് സ്വയം മാറുന്ന രീതികളും അയാളെ അത്ഭുതപ്പെടുത്തി. ഈ സ്ഥാപനത്തിൽ ഏറ്റവും മൂല്യം സൃഷ്ടിക്കുന്നതും ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നതും 1 മിനിറ്റ് മാനേജറാണ് എന്നതും അയാൾക്ക് മനസ്സിലായിരുന്നു. മാനേജർ അയാളെ ഊഷ്മളമായി സ്വീകരിച്ചു. എന്തെല്ലാമാണ് ഈ ദിവസങ്ങളിൽ കണ്ടെത്തിയതെന്ന് ചോദിച്ചു. 1 മിനിറ്റ് മാനേജ്മെന്റ് രഹസ്യങ്ങൾ കണ്ടെത്തിയെന്ന് അയാൾ തിരിച്ചു പറഞ്ഞു. നിങ്ങളും നിങ്ങളുടെ ടീമും 1 മിനിറ്റ് ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നു. അവരുടെ ഉത്തരവാദിത്വങ്ങൾ വ്യക്തമാക്കുന്നു. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ശരിയായ അഭിനന്ദനം നൽകുന്നു. പാളിച്ചകൾ ഉണ്ടെന്ന് കണ്ടാൽ അത് ഗതി മാറ്റിവിടുന്നു. പക്ഷേ ഒരു ചോദ്യം എനിക്കുണ്ട്. ഒരു മാനേജർ ചെയ്യേണ്ടതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നതിന് 1 മിനിറ്റ് മതിയോ? മാനേജർ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ ജോലി കൂടുതൽ ലളിതമാക്കാൻ ഇത് എളുപ്പവഴിയാണ്. ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ പതിയാനും വ്യക്തികളുടെ പ്രവർത്തനം വിലയിരുത്താനും 1 മിനിറ്റ് മതിയാകും. മറ്റെന്തെല്ലാം നിങ്ങൾ കണ്ടെത്തി? മാനേജറുടെ ചോദ്യം. ഇവിടെ ജോലി ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും ആസ്വദിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നു. മികച്ച നേട്ടങ്ങളുണ്ടാക്കാൻ എല്ലാവരും പരസ്പരം സഹകരിക്കുന്നു. വളരെ കാര്യക്ഷമമായ പ്രവർത്തന രീതിയാണിത്. ഒരു കാര്യം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നറിഞ്ഞാൽ അത് കൂടുതൽ നന്നായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. ശരിയാണ്, മാനേജർ പറഞ്ഞു. സ്ക്രീൻ സേവർ വാചകം ഒരിക്കൽ കൂടി എനിക്ക് കാണിച്ചു തന്നു. അത് ഇങ്ങനെയായിരുന്നു: വ്യക്തികൾക്ക് ഞാൻ നൽകുന്ന സമയമാണ് ഞാൻ ചെലവഴിക്കുന്ന ഏറ്റവും മികച്ച സമയം. മാനേജർ പറഞ്ഞുകൊണ്ടിരുന്നു. ഭൂരിഭാഗം സ്ഥാപനങ്ങളിലും ആളുകളുടെ ശമ്പളത്തിനും ആരോഗ്യത്തിനുമാണ് കൂടുതൽ പണം ചെലവഴിക്കുന്നത്. അവരുടെ വ്യക്തിവികാസത്തിനായി വളരെ ചെറിയ തുക മാത്രമാണ് ചെലവഴിക്കുന്നത്. സ്ഥാപനങ്ങളും അവരുടെ കെട്ടിടങ്ങളും നവീകരിക്കാനും മറ്റുമാണ് അവിടെ പണം ചെലവഴിക്കുന്നത്. എന്നാൽ നേരെ തിരിച്ച് ചിന്തിച്ചാലോ? വ്യക്തികളാണ് നേട്ടമുണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതൽ പണവും സമയവും ചെലവഴിക്കുന്നത് അവർക്ക് വേണ്ടി ആയിരിക്കണ്ടേ? അയാളും അത് സമ്മതിച്ചു. മാനേജർ തുടർന്നു. മുൻപ് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും അറിയില്ലായിരുന്നു. ആരും അത് പറഞ്ഞു തന്നില്ല. ജോലിയെല്ലാം നന്നായി ചെയ്യുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ തന്നെ അറിയില്ലെന്നായിരുന്നു എൻ്റെ മറുപടി. ശിക്ഷ ഒഴിവാക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. നേരത്തെ ജോലി ചെയ്ത ഇടങ്ങളിൽ നിരവധി പേർ ഒട്ടും പ്രചോദനമില്ലാതെ ജോലി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവരിൽ ഒരാൾ ബൗളിംഗ് മത്സരത്തിനിടെ കളിക്കാനും ചാടിമറിഞ്ഞ് സന്തോഷം പ്രകടിപ്പിക്കാനും തുടങ്ങി. അയാൾ എല്ലാ കുറ്റികളും പന്തെറിഞ്ഞ് തട്ടിയിട്ടു. ഇതേ സന്തോഷം ജോലിയിലും പ്രകടിപ്പിക്കാത്ത എന്താണെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. കാരണം അവർക്ക് അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. അവർക്ക് അവരുടെ ലക്ഷ്യം അറിയാമെന്ന് പല മാനേജർമാരും തെറ്റിദ്ധരിച്ചു. രാത്രിയിൽ ഗോൾഫ് കളിക്കാൻ ഇറങ്ങുന്നത് പോലെയാണ് അത്. ഒരു ടീമിനും ഇതേ അവസ്ഥയുണ്ട്. 2 ടീമിനും ഗോളടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മത്സരം കാണാൻ കാണികൾ ഇഷ്ടപ്പെടുമോ? പ്രകടനത്തെക്കുറിച്ച് അറിയാനാണ് നമ്മൾ ആഗ്രഹിക്കുക. പക്ഷേ പലർക്കും ഇക്കാര്യം അറിയില്ല.
മിക്ക മാനേജർമാരും ഗെയിമിന്റെ ഏറ്റവും കാതലായ വശം മനസ്സിലാക്കാതെ ജോലിക്കാരോട് പെരുമാറുന്നു. അപ്പോൾ മൊത്തം ടീമും പരാജയപ്പെടുന്നു. ജോലിക്കാർ ചെയ്യുന്ന ജോലിയുടെ ഗുണമേന്മ എന്താണെന്നോ അവർ ശരിയായി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നോ ഒരു അവലോകനം നടക്കുന്നതുവരെ അവരറിയുന്നില്ല. ഇവിടെയാണ് 1 മിനിറ്റ് മാനേജ്മെന്റിന്റെ പ്രസക്തി, അല്ലേ? അയാൾ ചോദിച്ചു. മാനേജർ പുഞ്ചിരിച്ചു. പക്ഷേ എല്ലാവരെയും എപ്പോഴും അഭിനന്ദിക്കുമ്പോൾ മികച്ച പ്രകടനവും മോശം പ്രകടനവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത ആളാണ് മാനേജറെന്ന് മറ്റുള്ളവർ കരുതില്ലേ? മാനേജർ അത് സമ്മതിച്ചുകൊണ്ട് തുടർന്നു. മിക്ക സ്ഥാപനങ്ങളിലും കുറച്ചുപേർ വിജയികളും കുറച്ചുപേർ പരാജിതരുമായിരിക്കും. കാരണം നല്ല മാനേജർ എന്നറിയപ്പെടാനാണെങ്കിൽ പരാജിതനും അവിടെ വേണമെന്നാണ് അവരുടെ കാഴ്ചപ്പാട്. ഒരു ക്ലാസ്സിൽ എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ വിജയിക്കാൻ പാടില്ല എന്നാണ് അധ്യാപകർ പൊതുവെ കരുതുന്നത്. അതൊരു മോശം കാര്യമായിട്ടാണ് അവർ കാണുന്നത്. എല്ലാവരും എ ഗ്രേഡ് വാങ്ങണമെന്നില്ല, പക്ഷേ എല്ലാവരും വിജയിക്കുന്നതിന് അവസരം നൽകാവുന്നതാണ്. മറ്റൊരു ഉത്തരമാണ് മാനേജർ നൽകിയത്. പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീനോട് ആരോ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ അദ്ദേഹം ഫോൺ ഡയറക്ടറി അന്വേഷിച്ചു പോയെന്നാണ് കഥ. സ്വന്തം കാര്യങ്ങൾ പോലും ഓർത്തെടുക്കാൻ കഴിയാത്ത ഒരാളെ ആരും വിജയിയായി കണക്കാക്കുന്നില്ല. അങ്ങനെയല്ലേ? അയാൾ പറഞ്ഞു. അതെ, നമുക്ക് രണ്ടുപേർക്കും തെറ്റുപറ്റാം. മാനേജറുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ പുതിയ വാചകം തെളിഞ്ഞു. എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. ചിലർ പരാജിതരുടെ വേഷമണിയും. വേഷങ്ങൾ നിങ്ങളെ കബളിപ്പിക്കരുത് എന്നായിരുന്നു ആ വാചകം.